മഴതോരും മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി അലീനയെ വഴക്ക് പറയാണ്. ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആർക്ക് എന്ത് കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല. നിനക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് നിൻ്റെ വീട്ടിൽ പോയി നടപ്പാക്കണം, അത് ഇവിടെയല്ല നടപ്പാക്കേണ്ടത് എന്നങ്ങ് തീർത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് സോറി മാഡം, സോറി എന്ന് പറയുന്നുണ്ട് അലീന. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് മതി, ഈ വഴക്ക് പറഞ്ഞത് മതി വൈജയ്, അവൾക്ക് മനസ്സിലാവാൻ തരത്തിൽ നീ പറഞ്ഞില്ലേ, ഇനി നിർത്ത് എന്ന് പറയാണ്. അങ്ങനെ വൈജയന്തി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവൾ വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും ആളാവാൻ നോക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് അലീനയെ വഴക്ക് പറയുന്നത് കേട്ട് നമ്മുടെ ബബിതയ്ക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ട്. അവൾ പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അലീനയെ കണ്ടതും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ എന്താ അലീനെ, അവിടെ ഒരു ബഹളം കേട്ടല്ലോ, വൈജ് ദേഷ്യപ്പെടുന്നുണ്ട്, ബാലൻ്റെ സൗണ്ടും കേട്ടു, എന്താ പ്രശ്നം? അത് മുത്തശ്ശി, നമ്മുടെ റോഡിന് മുന്നിലൂടെ ഗേറ്റിന് മുന്നിലൂടെ പോകുന്ന ഒരു ലാസറേട്ടനില്ലേ, മുത്തശ്ശിക്ക് അറിയോ? പിന്നെ എനിക്കറിയാതെ, അവൻ മുൻപ് അദ്ദേഹം വലിയൊരു ജന്മിയായിരുന്നു, ഒരുപാട് മുതലൊക്കെ ഉണ്ടായിരുന്നു, കള്ള് കുടിച്ചും ചീട്ട് കളിച്ചും എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അദ്ദേഹം ഞാൻ മുറ്റമടിക്കുമ്പോൾ ഇന്നും ഇങ്ങനെ റോഡിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ വന്ന് മാഡത്തിൻ്റെ അടുത്ത് ഒരു 10 രൂപ ചായ കുടിക്കാൻ വേണ്ടി ചോദിച്ചു, പക്ഷേ മാഡം കൊടുത്തില്ല. കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല അവൾ അങ്ങനെ തന്നെ, അവൾ ആർക്കും ഒരു 10 പൈസ കൊടുക്കത്തില്ല, അവളുടെ സ്വഭാവം അങ്ങനെയാ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അപ്പോൾ മാഡം അങ്ങ് പോയ സമയത്ത് അദ്ദേഹം എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു, നടന്ന സംഭവങ്ങളൊക്കെ, ഒരുപാട് വലിയ ആളായിരുന്നു, മുതലെല്ലാം നശിച്ചു പോയി, ഇപ്പോൾ ചായ കുടിക്കാൻ പോലും ഒരു 10 രൂപ കയ്യിലില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാനൊരു 50 രൂപ എടുത്തു കൊടുത്തു. അത് നമ്മുടെ മാഡത്തിന് പിടിച്ചില്ല. നമ്മുടെ ബബിതമോള് കണ്ടിട്ട് മാഡത്തിനോട് പോയി പറഞ്ഞു കൊടുത്തു, അതാണ് പ്രശ്നമുണ്ടായതെന്ന് പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അലീനെ, അതെന്തായാലും നീ ചെയ്തത് ശരിയായില്ല. വൈജ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ എടുത്തു കൊടുക്കുമ്പോൾ അത് അവളുടെ അഭിമാനത്തിനൊരു കുറവല്ലേ, അവൾക്ക് മോശമായിട്ടല്ലേ തോന്നുള്ളൂ, അവൾക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അത് വിചാരിച്ച് നീ നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള സ്വഭാവം, അത് നീ ഒരിക്കലും ഇല്ലാതാക്കരുത്. ആ സ്വഭാവം എന്നും വേണം. പിന്നെ ഇത് എല്ലാവർക്കും കിട്ടുന്ന സ്വഭാവമൊന്നുമല്ല, നല്ല ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിയോടുകൂടി നമ്മുടെ അലീനയുടെ കവിളത്തിങ്ങനെ പിടിക്കുന്നുണ്ട് മുത്തശ്ശി. ഇത് കണ്ട് അലീനയ്ക്കും നല്ല സന്തോഷമായിട്ട് ചിരിക്കുന്നുണ്ട്. രേവതിക്കുട്ടി പതിവ് പോലെ തുടയ്ക്കുന്ന സമയത്ത് അടഞ്ഞു കിടക്കുന്ന റൂമിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചാവിയെല്ലാം എടുത്ത് പൂട്ടെല്ലാം തുറന്ന് അകത്തേക്ക് കടക്കുന്നുണ്ട്. അതിനുള്ളിൽ കിടക്കുന്ന കിടപ്പ് കണ്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കണ്ട് അവൾ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ ടേബിളിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടത്. വേഗം ചെന്ന് അതെടുത്ത് തുടച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഗ്രേസിയ അതിലേ പോകുന്ന സമയത്താണ് ഈ അടഞ്ഞു കിടക്കുന്ന റൂമിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടത്. ആരാ ഇത് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെല്ലുന്ന സമയത്താണ് അകത്ത് നമ്മുടെ രേവതിക്കുട്ടി നിൽക്കുന്നത് കണ്ടത്. ഇത് കണ്ടതും ഗ്രേസിയയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതിക്കുട്ടി എന്നിങ്ങനെ ഉച്ചത്തിൽ അങ്ങ് വിളിക്കുമ്പോൾ രേവതിക്കുട്ടി ഞെട്ടിത്തെറിച്ചുകൊണ്ട് കയ്യിലിരുന്ന ഫോട്ടോ താഴേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് ഗ്രേസിയ പറയുന്നുണ്ട്, നിന്നോട് ആരാ ഈ റൂം തുറക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ അതോ മാമച്ചായൻ പറഞ്ഞോ? ഇത് കേട്ട് ഓടി വരുന്നുണ്ട് നമ്മുടെ രേവതിക്കുട്ടി. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ആരും പറഞ്ഞില്ല. പിന്നെ നീ നിൻ്റെ തന്നിഷ്ടത്തിന് ഓരോന്നും ചെയ്യാമെന്ന് വിചാരിച്ചോ? വേഗം ഡോർ അടിച്ച് പൂട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് വാ എന്ന് പറയാണ്. രേവതിക്കുട്ടി ഓടിച്ചെന്ന് ഡോറ് പൂട്ടിക്കൊണ്ട് ചാവി എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടു ചെന്ന് വെക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രേസിയ ആ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ ഡോറിൽ അങ്ങനെ ചാരി നിന്നുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഗ്രേസി പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ ചെന്ന് സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ രേവതിക്കുട്ടി മുകളിൽ നിന്നും ഇങ്ങനെ ചുമയ്ക്കുന്നുണ്ട്. ഗ്രേസിയ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഗ്രേസിയ ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ തൊണ്ട അനയ്ക്കുന്നുണ്ട് നമ്മുടെ രേവതിക്കുട്ടി. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വേഗം തന്നെ നമ്മുടെ രേവതിക്കുട്ടി താഴേക്ക് ഇറങ്ങി വന്ന് എന്നോട് ദേഷ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസിയ ഒന്നും മിണ്ടാതിരിക്കുക. പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടി താഴെ നിലത്തിരിക്കുകയാണ്. എന്നിട്ട് ഗ്രേസിയയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്നോട് ദേഷ്യമാണോ? എന്നോട് പിണങ്ങല്ലേ എന്നിങ്ങനെ പറയുക. ഈ നമ്മുടെ രേവതിക്കുട്ടിയുടെ സങ്കടം കണ്ട് പെട്ടെന്ന് ഗ്രേസിയ, പോട്ടെ, എല്ലാം പോട്ടെ, ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, നീ താഴെ നിന്ന് എഴുന്നേറ്റ് ഈ സെറ്റിയിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് തൻ്റെ അരികിലിരുത്തുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അത് ഞങ്ങളുടെ മകൻ്റെ റൂമാണ്, അതങ്ങനെ തുറക്കാറില്ല, നീ എന്തിനാ തുറന്നത്?
ഇത് കേട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഞാൻ അത് വൃത്തിയാക്കാൻ വേണ്ടി തുറന്നതാ, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗ്രേസ്യ പറയുന്നുണ്ട്, നിനക്കറിയോ അവൻ പോയിട്ട് 4 വർഷമായി. അവൻ്റെ ഓർമ്മകൾ ഇന്നും ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ വിവാഹം പോലും ഉറപ്പിച്ച് വെച്ചതായിരുന്നു. ആണോ? വിവാഹം ഉറപ്പിച്ചിരുന്നോ? അപ്പോൾ ആ ചേച്ചിയുടെ ഫോട്ടോ ആണോ ആ റൂമിലെ ടേബിളിൽ ഇരുന്നിരുന്നത് എന്നിങ്ങനെ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. ആ അതെ. പിന്നെ അവനക്ക് ആ കുട്ടിയെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ 2 വീട്ടുകാരും തമ്മിൽ പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൻ ഞങ്ങളെ വിട്ടുപോയി. അപ്പോഴാണ് ആ ആക്സിഡൻ്റ് ഉണ്ടായതെന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടിക്കും നമ്മുടെ ഗ്രേസിയയ്ക്കും ഒരുപോലെ സങ്കടം വരുന്നുണ്ട്. ഗ്രേസിയ ഇങ്ങനെ കരയുന്നുണ്ട്. കണ്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആ ചേച്ചി എവിടെയായിരിക്കും? അത് കേട്ട് ഗ്രേസി പറയുന്നുണ്ട്, അറിയില്ല, ഞങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. വീണ്ടും രേവതിക്കുട്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചിലപ്പോൾ ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഗ്രേസി പറയുന്നുണ്ട്, നീ എന്തിനാ രേവതിക്കുട്ടി അതൊക്കെ അന്വേഷിക്കുന്നതും ചിന്തിക്കുന്നതും? ഇനി ഞങ്ങൾക്കറിയില്ല, അവളെക്കുറിച്ച് ഞങ്ങൾ പിന്നീടൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വൈജയന്തി വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് ഉമ്മറത്ത് ഒരു സ്ത്രീയും കുട്ടിയും നിൽക്കുന്നു. ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കുട്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതെൻ്റെ മോളാണ്. എൻ്റെ മോൾക്ക് അപ്പൻഡൈറ്റിസിൻ്റെ ഓപ്പറേഷൻ വേദന ഉണ്ടായിരുന്നു. അതിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അത് തന്ന് സഹായിച്ചത് ഇവിടുത്തെ മോളാണ്. ആ മോളോട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് എത്ര രൂപ തന്നു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഉടനെ 3000 എന്ന് കേൾക്കുന്ന സമയത്ത് 3000 രൂപയോ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുകയാണ്. എന്നിട്ട് വൈജയന്തി ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിറകിലേക്ക് നോക്കിക്കൊണ്ട് വിളിക്കുന്നുണ്ട്. അകത്തേക്ക് നോക്കി അലീനയെ എന്ന് വിളിക്കുമ്പോൾ എന്താ ഇത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉമ്മറത്ത് നിൽക്കുന്ന ആളെ കണ്ട് അലീന സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. വേഗം അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, അതെ മോളുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞോ? അപ്പൻഡൈറ്റിസിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നില്ലേ? അതെ മോളെ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. അലീന പെട്ടെന്ന് മോളോട് പറയുന്നുണ്ട്, മോളെ അമ്മ നിനക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. മോള് നന്നായി പഠിച്ച് അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം. അമ്മയെ നന്നായി നോക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കവളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് മോള് കയ്യിലുണ്ടായിരുന്ന മിഠായി എടുത്ത് അലീനയ്ക്ക് നേരെ നീട്ടുന്നുണ്ട്. അതിൽ നിന്നും അലീന ഒരെണ്ണം എടുക്കുന്നുണ്ട്. മോള് നന്നായിട്ട് പഠിക്കുക കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വൈജയന്തി ഇങ്ങനെ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്തേക്ക് കയറി പോകുന്ന വൈജയന്തിയെ നോക്കിക്കൊണ്ട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, അത് മോളുടെ അമ്മയാണോ? ഒരു നിമിഷം ഒന്ന് പകച്ചു നിന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട്, അതെ എൻ്റെ അമ്മയാ. ഇതും കേട്ടുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്. വൈജയന്തി നേരെ അകത്ത് ചെന്ന് ബാലചന്ദ്രനോട് ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. അലീന 3000 രൂപ എടുത്തു ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീക്ക് കൊടുത്ത വിവരം കേട്ട് ബാലചന്ദ്രനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ വൈജയന്തി പറയുന്നുണ്ട്, അതെ ബാല കണ്ടോ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്, ചോദിക്കണം, ദേ അവൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് മാറി നിൽക്കുകയാണ് വൈജയന്തി. അലീന അകത്തേക്ക് കയറി കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനെ ഒന്നവിടെ നിൽക്ക്. ബാലൻ ചെന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, അതെ നീ ആ സ്ത്രീക്ക് 3000 രൂപ എടുത്തു കൊടുത്തോ? ഞാൻ കൊടുത്തു സാർ. നിനക്ക് എവിടുന്ന് കിട്ടി 3000 രൂപ? ആ സ്ത്രീയെ നിനക്ക് മുൻപ് പരിചയമുണ്ടോ? ഇല്ല സാർ, കഴിഞ്ഞ 2 ആഴ്ച മുൻപാ ഞാൻ അവരിവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ മകൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ഓപ്പറേഷന് വേണ്ടി 3000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു കൊടുത്തു. ഓഹോ, 3000 രൂപ വേണമെന്ന് പരിചയമില്ലാത്തൊരു സ്ത്രീ വന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങ് എടുത്തു കൊടുത്തോ? അധ്വാനിച്ചുണ്ടാക്കിയ കാശാണെങ്കിൽ ആരും അത് കൊടുക്കത്തില്ല. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, കൊടുക്കും സാർ, ഞാൻ കൊടുക്കും. ഇത് കേട്ട് 2 പേരും വൈജയന്തിയും ബാലചന്ദ്രനും പകച്ചിങ്ങനെ അന്തം വിട്ട് അലീന പറയുന്നത് കേട്ട് അവളുടെ മുഖത്തേക്ക് നോക്കുവാണ്. പിന്നെ വൈജയന്തി പറയുന്നുണ്ട്, കണ്ട ബാലേട്ടാ, ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പോകുന്ന ക്യാഷ് എവിടേക്കാണ് പോകുന്നതെന്ന്, എങ്ങനെയാണ് കാണാതാവുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എന്നെ സംശയിക്കേണ്ട, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ഞാൻ ചോദിച്ചപ്പോൾ 1500 രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞത്, പിന്നെ എങ്ങനെ 3000 രൂപ വന്നു? ഉടനെ അലീന പറയുന്നുണ്ട്, അത് മാഡം ചോദിക്കുന്നതിന് മുൻപാണ് ഞാൻ ഈ ക്യാഷ് എടുത്ത് കൊടുത്തത് ആ സ്ത്രീക്ക്. മാഡം ചോദിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 1500 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ നിഷ്കളങ്കതയായി അലീന പറയുന്നുണ്ട്. ഉടനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പറ നിനക്ക് ആ ക്യാഷ് എവിടെ നിന്നും കിട്ടി?
ഇവിടെ നീ താമസിക്കുമ്പോൾ ഞങ്ങളും കൂടെ നീ ഇവിടെ എന്തെല്ലാം ചെയ്യുന്നെന്ന് അറിയേണ്ടതില്ലേ? അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ആ ക്യാഷ് ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് എൻ്റെ കയ്യിലുള്ളതാണ്. അതെൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് അതിനൊരു കടലാസിൻ്റെ വിലയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ആ അമ്മയ്ക്ക് അത് ക്യാഷ് കൊടുത്തതോടെ ആ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് കണ്ടോ കണ്ടോ സാർ, എൻ്റെ കയ്യിൽ ആ കുട്ടി കൊണ്ടുവന്ന മിഠായിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ കുട്ടിയുടെ അസുഖമെല്ലാം മാറി. എന്തായാലും സാറും മാഡവും എന്നെ എത്ര വേണമെങ്കിലും വഴക്കു പറഞ്ഞു, ഞാനതെല്ലാം കേട്ടോളാം എന്നിങ്ങനെ നിന്ന് പറയുന്നുണ്ട് അലീന. ഇത് കേട്ട് ബാലചന്ദ്രനും വല്ലാതാവുന്നുണ്ട്. അലീനയുടെ നല്ല മനസ്സ് കാണാനുള്ള കഴിവൊക്കെ ബാലചന്ദ്രനുണ്ട്. പക്ഷേ വൈജയന്തിയുടെ മുൻചൂണ്ടിയാണ് ബാലചന്ദ്രനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, നീ അകത്തേക്ക് പോയിക്കോ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. അങ്ങനെ അലീന അവിടെ നിന്നും പോകുന്നുണ്ട്. ഞാനിതങ്ങനെ വിട്ടുകൊടുക്കത്തില്ല ബാലചന്ദ്ര. അവളുടെ കള്ളത്തരം ഞാൻ പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടെ വൈജയന്തി അവിടെ നിന്നും റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട്. വൈജയന്തി വേഗം ബബിതയെ വിളിച്ചുകൊണ്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, അവളെവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ വൈജയ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താണ് അവിടെ ബഹളം? ബാലൻ്റെയും സൗണ്ട് കേട്ടല്ലോ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. പ്രശ്നമെല്ലാം അവൾ തന്നെ. ഇവിടെ നിങ്ങളെ നോക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ അവളുണ്ടല്ലോ, അവൾ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ബാത്റൂമിലുണ്ടെന്ന് പറയുന്നു. എടി അലീനെ ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തിടുന്നുണ്ട്. ഇതേ സമയം അതിൽ നിന്നും ഹരി അലീനയുടെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ റിങ് താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ട് അലീന ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. അലീനയ്ക്ക് അറിയില്ല ഈ റിങ് ഏതാണെന്ന്. പെട്ടെന്ന് ബബിത എടുത്തുകൊണ്ട് ഈ റിങ് എടുത്തുകൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. വൈജ അത് മേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇത് സ്വർണ്ണമാണോടി? അത് കേട്ട് അലീന പറയുന്നുണ്ട്, എനിക്കറിയില്ല. പിന്നെ നിനക്കറിയാതെ നിൻ്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? എനിക്കറിയില്ല മാഡം.